തിരുവോറ എന്നെ സംബന്ധിച്ച് അപരിചിതമായ ഒരു സ്ഥലമല്ല. ഞാൻ എത്രയോ തവണ അവിടെ വന്നിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്കിവിടെ പരിചയമുണ്ട്. ഇവിടെ ഈ പ്രദേശവുമായിട്ട് ബന്ധുത്വവും ഉണ്ട്. ആ നിലയിൽ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. അതിന് ഇടയാക്കിയത് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ച ഈ ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടേതായിട്ടുള്ള ഒരു സീസണായിരുന്നു കേരളത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 30 കൊയിലാണ്ടിയിലെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. മകനും അതിനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തൊട്ട് തലേ ദിവസം 29-ാം തീയതി പത്തനംതിട്ടയിലെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. അവിടെ നിന്നാണ് കൊയിലാണ്ടിയിലേക്ക് വരുന്നതും കൊയിലാണ്ടിയിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംബന്ധിക്കുന്നത്. അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നഗരങ്ങളിൽ മാത്രമല്ല ചെറിയ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോഴ് അവയുടെ ആഘോഷങ്ങളുടേതായ ഒരു ഭാഗമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവല് മാറിയിട്ടുണ്ട്. വായനയ്ക്ക് ഒരു ചരിത്രം ഉള്ളതുപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും ഒരു ചരിത്രമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വലിയ നഗരങ്ങളിൽ ഒക്കെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. 50-ലധികം വർഷം മുമ്പാണ് വെയിൽസിലെ ഹേ എന്ന് പറയുന്ന ടൗണിൽ ഹേ ഫെസ്റ്റിവൽ എന്ന പേരിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങി. അത് ആ ഹേ നഗരത്തെ, വെയിൽസിലുള്ള ഈ നഗരത്തെ വിളിക്കുന്നത് പുസ്തകങ്ങളുടെ നഗരം എന്നാണ്. ദ ടൗൺ ഓഫ് ബുക്സ് എന്നാണ് ആ നഗരത്തെ വിളിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന നഗരമാണ് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ്. ആ നഗരമാണ് ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരം. അതിന് പുറമെ മറ്റു പല സ്ഥലങ്ങളിലും ഫ്രാങ്ക്ഫർട്ടില്, ഷാർജയില്, ബഹ്റൈനില് ഇവിടെയൊക്കെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടക്കുന്നു. അപ്പം ഈ മെയ് മാസം 22-ാം തീയതി തൊട്ട് ഹേ ഫെസ്റ്റിവൽ തുടങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ ജൂൺ 1-ാം തീയതി വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമായിട്ട് ഈ ഹേ ഫെസ്റ്റിവൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ മാതൃകയിൽ നമ്മുടെ നാട്ടിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങിയത് 2006-ലാണ്. രാജസ്ഥാനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ജയ്പൂരിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങിയത്. അത് തുടങ്ങിയതാകട്ടെ, അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ ഒരു സ്കോട്ട്ലൻഡുകാരനായ എഴുത്തുകാരനാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ ഇന്ത്യയോടുള്ള താല്പര്യം കൊണ്ട് ഇവിടെ താമസിക്കുകയും ഇവിടെ റിസർച്ച് ചെയ്യുകയും ഇവിടുത്തെ സാംസ്കാരിക ഭൂമികയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ള വില്യം ഡാർലിംബിൾ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനാണ്, ഇപ്പോഴും അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള 9 ലൈഫ്സ്, 9 ജീവിതങ്ങൾ എന്ന പുസ്തകം മലയാളത്തിൽ ഉണ്ട്. ദ ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അടുത്ത ഇടയിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹവും ഒരു എഴുത്തുകാരിയായിട്ടുള്ള നമിത ഗോഖലെയും കൂടിയിട്ടാണ് ആദ്യമായിട്ട് 2006 ജയ്പൂരിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങിയത്.
ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ തുടങ്ങിയപ്പോൾ അതിനോടുള്ള പ്രതികരണം വളരെ പ്രതികൂലമായിരുന്നു, വളരെ മോശമായിരുന്നു, വളരെ തണുത്തതായിരുന്നു. അതേക്കുറിച്ച് ഈ വില്യം ഡാർലിംഗിൾ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു അഭിമുഖസംവാദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കുറെ ഗണിതങ്ങൾ, കുറെ തമാശകളുണ്ട്. അതിൽ ചിലത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇതേപോലെ ആദ്യത്തെ ദിവസം അവിടെ പാനലിസ്റ്റുകൾ സംസാരിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവരുടെ മുമ്പിൽ മുഴുവനും ഒഴിഞ്ഞ കസേരകളായിരുന്നു, ആരുമില്ല. പാനലിസ്റ്റുകൾ 4 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ. അപ്പോൾ ആരോ വഴി നോക്കുന്ന ആരോ ആ വെള്ളം കണ്ടിട്ട് അതിനെ അത് വിൽക്കാനുള്ളതാണെന്ന് ചോദിച്ചിട്ട് അവിടെ വന്നതായിട്ട് ഡാർലിംഗിൾ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം വിൽക്കാൻ വെച്ചതല്ലേ എന്ന് ചോദിച്ചിട്ട് ആരോ വന്നു, ആര് പോയി ചെയ്തു, അത് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പോയി. ഇവരിങ്ങനെ മിഷണറായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു സംഘം, ജാപ്പനീസ് സംഘം അവിടേക്ക് വരുന്നത്. ജപ്പാൻകാരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അവർ വരുന്നത് കണ്ടപ്പോൾ ഈ സംഘാടകർക്ക് വലിയ സന്തോഷമായി. ഇതാ ഇവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങുന്നു, അന്താരാഷ്ട്ര പ്രതിനിധികൾ വരികയാണെന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിച്ചു. അവർ അവിടെ വന്ന് ചോദിച്ചു, ഈ അവർക്കൊരു കോട്ട കാണണം, ആ കോട്ടയിലേക്ക് പോകേണ്ട വഴി ഏതാണെന്ന് ചോദിച്ചു. അവർ ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള വിനോദസഞ്ചാരികളെ, ടൂറിസ്റ്റുകളാണ്. അപ്പോൾ അവിടെയുള്ള ഒരു കോട്ടയുടെ പേരുണ്ട്, ആ പേര് പറഞ്ഞിട്ട് അത് എവിടെയാണെന്ന് ചോദിച്ചു. ആരോ അത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ പാട്ടിനെ പോയി. ഇതാണ് ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തുടക്കം. ഇങ്ങനെയായിരുന്നു, വളരെ ശുഷ്കമായിട്ടുള്ള ഒന്നായിരുന്നു ഇത്, ജയ്പൂർ പോലുള്ളൊരു സ്ഥലത്ത്. പക്ഷേ പിന്നീട് അതിൻ്റെ ഈ വലിപ്പം വർദ്ധിച്ചുകൊണ്ട് പിന്നെ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലായിട്ട് അത് മാറി. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് അവിടെ ഇപ്പോഴും പറയുന്നു. അവിടെ 30,000-വും 50,000-വും ആളുകൾ ഇപ്പോഴ് ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നെത്താറുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ അവിടെ വരാറുണ്ട്. ഈ ഫത്വ കൊല്ലപ്പെടുമെന്ന ഭീഷണിയുള്ള സൽമാൻ റുഷ്ദി ഒരു തവണ അവിടെ വരാൻ വേണ്ടിയിരുന്നതാണ്. അദ്ദേഹത്തിന് സുരക്ഷാ കാരണങ്ങളാകെ പിന്നീട് അദ്ദേഹം അവിടെ പങ്കെടുക്കാതെ തിരിച്ചു പോയത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ആ ഫെസ്റ്റിവലിന് ശേഷം ഈ ജയ്പൂർ ഫെസ്റ്റിവൽ അതിൻ്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുണ്ടായി. ഡൽഹിയിലുണ്ടായി, കൊൽക്കത്തയിലുണ്ടായി, ബാംഗ്ലൂരിലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ കോഴിക്കോട് നഗരത്തിലുണ്ടായി. അതും എഡിൻബർഗ് പോലെ പിന്നീട് സാഹിത്യ നഗരമായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് പിന്നീട് തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ, കോഴിക്കോട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ഹോർത്തൂസ് എന്ന പേരിൽ. ആ ഹോർത്തൂസ് എന്ന ഫെസ്റ്റിവൽ പിന്നീട് എല്ലാ ജില്ലകളിലും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അനുബന്ധ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 28-ാം തീയതി പത്തനംതിട്ടയിൽ ഈ ഫെസ്റ്റിവലുണ്ടായത്, ഹോർത്തൂസ് എന്ന് പറയുന്ന ഫെസ്റ്റിവലുണ്ടായി. അത് പിന്നീട് നമുക്കറിയാം, അത് കണ്ണൂരിലുണ്ടായി, കടത്തനാടുണ്ടായി, തലശ്ശേരി, തളിപ്പറമ്പിൽ, പയ്യന്നൂരിൽ, പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള ഈ സാഹിത്യോത്സവങ്ങൾ ഉണ്ടായി. അപ്പോൾ അത് ഇപ്പോഴത് കുറെ കൂടി ഈ ഉൾനാടുകളിലേക്ക് വരികയും അതിൻ്റെ ഒരു പ്രസക്തി തിരിച്ചറിയപ്പെടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പുതിയ തലമുറയെ സാഹിത്യത്തിലേക്കും സംസ്കാരത്തിൻ്റെ മേഖലകളിലേക്കുമൊക്കെ ഉയർത്താൻ അവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാൻ ഈ ഫെസ്റ്റിവലുകൾ സഹായകമാകും എന്നാണ്. കാരണം നമ്മുടെ പുതിയ സമൂഹം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് പുതിയ ആരാധനാമൂർത്തികളുണ്ട്, അതിന് പുതിയ സംഗീത പദ്ധതികൾ. നമ്മൾക്കത് അത്ര പരിചിതമാകണമെന്നില്ല. ഇപ്പോൾ റാപ്പ്
റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ അറിയണമെന്നില്ല. ചെറിയ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സംഗീതധാരയുണ്ട് എന്ന് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം അറിയിച്ചിട്ട് 2-3 ദിവസമായിട്ടു. പക്ഷേ അത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ അറിയാമെന്നുള്ളതാണ്. അവർ ആ റാപ്പ് സംഗീതത്തിന് ഒന്നിച്ച് പണ്ട് മൈക്കൽ ജാക്സണൊക്കെ പാടുമ്പോഴും അതുപോലെ പ്രതികരിക്കുകയും ആവേശഭരിതമായിട്ട് അവരുടെ ശരീരങ്ങളൊക്കെയും ആർത്തു വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ പുതിയ ആരാധനാമൂർത്തികൾ ഉണ്ടാകും. അങ്ങനെ ഒരു ആരാധനാമൂർത്തിയെ മറ്റേതോ കാരണം കൊണ്ട് നിയമപാലകർ നേരിട്ടപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ അത് വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും അത് വലിയൊരു സാമൂഹ്യമായ ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്തു. അപ്പം നമ്മളത് കാണുമ്പോൾ നമ്മൾ അതിനുശേഷമാണ് ഇതിൻ്റെ വീഡിയോകൾ നമ്മൾ വളരെ പറയില്ലാണല്ലോ എന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോകൾ കണ്ടു നോക്കുന്നത്. അത് കണ്ടു നോക്കുമ്പോഴാണ് നമ്മൾ അതിലെ അപകടം തിരിച്ചറിയുന്നത്. ഒരു പ്രത്യേക പ്രായത്തിൽപ്പെട്ടവർ മുഴുവനും അതിൻ്റെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാഹിത്യം എന്നൊക്കെ പറയുന്നത് വളരെ അപ്രസക്തമായിട്ടുള്ള സാഹിത്യമോ ഈ വാക്കുകൾ കൊണ്ടുള്ള കലയോ വാക്കുകൾ കൊണ്ടുള്ള ജോലിയോ ഒന്നും അവരെ സംബന്ധിച്ച് പ്രസക്തമല്ല. അപ്പം ഇത് ഈ നമ്മൾ പറയുന്ന ഒരു സംഗീതം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള സംഗീതമേ അല്ല. നമ്മൾ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കവികൾ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഗാനരചയിതാക്കൾ അതിമനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭാഷയിലെ ഏറ്റവും നല്ല വാക്കുകൾ മുഴുവനും ചേർത്ത് വെച്ച് മധുചന്ദ്രയുടെ ചായത്തളികയിൽ എന്ന പോലെയുള്ള വാക്കുകൾ ചേർത്തിട്ട് ഉള്ള പാട്ടുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവരുടെ കാവ്യഭംഗി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്, അവരുടെ വൈകാരികത നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്, അതിലൂടെ നമ്മൾ ദുഃഖിച്ചിട്ടുണ്ട്, അതിലൂടെ നമ്മൾ പ്രണയം അറിഞ്ഞിട്ടുണ്ട്, അതിലൂടെ നോവുകൾ അറിഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൻ്റെ വേദനകൾ അറിഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മൾ ആ വാക്കുകൾ അതിൽ ഉപയോഗിക്കുന്ന പരുഷങ്ങളായിട്ടുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കും. ആ വാക്കുകളാണ് ഏറ്റുപറയുന്നത്. ആ വാക്കുകൾ ഏറ്റുപറയുന്നു. അതായത് നമ്മൾ കുടിച്ച കള്ളം പറയില്ല എന്നതുപോലുള്ള പാട്ടുകളിലെ വരികൾ നമ്മൾ ആവേശപൂർവ്വം ഏറ്റുപറയണം. ഇത് കള്ളം പറയാതിരിക്കുന്നതിന് മുമ്പ് അതിന് മുമ്പ് കള്ള് കുടിക്കണം. ആ കുടിച്ച കള്ളം പറയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കള്ള് കുടിച്ചവരുടെ, അതായത് മദ്യപിച്ചവരുടെ അല്ലെങ്കിൽ ബോധം നശിച്ചിട്ടുള്ളവരുടെ, ലഹരിക്ക് അടിമകളായിട്ടുള്ളവരുടെ വാക്കുകളാണ് സമൂഹത്തിന് പ്രിയങ്കരം എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോഴും സംജാതമായിട്ടുണ്ട്. ഇത് വളരെ ഭീതിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഈ വായന എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ ആയിരുന്നു ഏറ്റവും സ്നേഹിച്ചു. ജോസഫ് ബ്രോഡ്സ്കി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. വളരെ പ്രമുഖനായിട്ടുള്ള ഒരു റഷ്യൻ അമേരിക്കൻ എഴുത്തുകാരൻ. അദ്ദേഹത്തിന് 1987 നൊബേൽ പുരസ്കാരം കിട്ടിയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരാൾ എന്താണോ അയാൾ എന്താണോ വായിച്ചിട്ടുള്ളത് അതാണ് അയാളുടെ എ മാൻ ഈസ് വാട്ട് ഹി ഹാസ് റെഡ് എന്നാണ് ജോസഫ് ബ്രോഡ്സ്കിയുടെ പറയുന്നത്. ഒരാൾ വായിച്ചത് എന്താണോ അതാണ് അയാൾ എന്ന് പറയുന്നത്. ഈ വായനയിലൂടെയാണ് പലരും മാറിയിട്ടുള്ളത്. വായനയിലൂടെയാണ് പലരും അവരുടെ മാനസിക ചക്രവാളങ്ങൾ വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ കൃതി നമ്മുടെ മുന്നിലുണ്ട്. ഡോൺ കിഹോട്ടെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഏറ്റവും ഒരു കാലത്തുണ്ടായ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി, ലോകത്തിലെ ആധുനിക നോവലിൻ്റെ തുടക്കം കുറിച്ച കൃതിയാണ് ഡോൺ കിഹോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൃതിയിലെ നായകനായിട്ടുള്ള കിഹോട്ടെ അയാൾ വലിയൊരു വായനക്കാരനായിരുന്നു. അത്രയും നൂറ്റാണ്ട് പിന്നെയാണ്, ഇപ്പോഴല്ല, അത്ര
അത്രയും കാലം പഴക്കമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആ മനുഷ്യൻ ഏറ്റവും വലിയ വായനക്കാരനായിരുന്നു. അയാൾ ഒരുപാട് ധീരസാഹസിക കൃതികൾ വായിക്കുകയും അതിൽ പ്രചോദിതനായിട്ട് പല സാഹസിക പ്രവൃത്തികൾക്ക് മുതിരുകയും ലോകത്തിലെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ ദുരന്തമാണ് ആ നോവലിൽ പറയുന്നത്. ഒരാൾ ഈ വായിച്ച കൃതികളിൽ നിന്ന് പ്രചോദിതനായിട്ട് താനൊരു വീര യോദ്ധാവാണ് എന്ന് കരുതുകയും സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ അധർമ്മങ്ങൾക്ക് എതിരായിട്ട് പൊരുതാനും താൻ ബാധ്യസ്ഥനാണ് എന്ന് കരുതുകയും അങ്ങനെയുള്ള ഒരു മിഥ്യയുടെ പിറകെ സഞ്ചരിച്ച് തകർന്നു പോവുകയും ചെയ്ത ഒരു മനുഷ്യനാണ് അതിലെ കഥാനായകൻ. അപ്പം അതുകൊണ്ടാണ് ആ പുസ്തകം ലോകത്തിലെ ഏറ്റവും വിഷാദഭരിതമായിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത്. ഏറ്റവും സങ്കടമുള്ള ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തിയ ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷകൾ തകർന്നടിയുകയും അയാളുടെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ പുസ്തകങ്ങളിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്ന് അയാൾ പലതും പഠിക്കുകയും യാഥാർത്ഥ്യബോധം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ അതിൽ പ്രവർത്തിക്കുന്നത് പുസ്തകങ്ങളാണ്. ഇങ്ങനെ നിരവധി കൃതികൾ നമ്മുടെ മുന്നിൽ അവർ പുസ്തകങ്ങൾ വായിക്കുകയും മാറുകയും പരിണമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്ന നോവലുകൾ, കൃതികൾ ലോകഭാഷകളിൽ എമ്പാടും ഉണ്ട്. ഇത് എത്രയോ കാലം മുമ്പേ നമ്മൾ ഖുർആനിലെ ആദ്യത്തെ സൂക്തം എന്ന് പറയുന്നത് തന്നെ വായിക്കൂ എന്നാണ്. വായിക്കൂ എന്നുള്ള അതിനെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ബാക്കിയുള്ള സൂക്തങ്ങൾ മുഴുവനും ഉണ്ടായത്. പിന്നീടാണ് ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്, വായിക്കുക എന്നാണ്. അപ്പം അത് ഈ മനുഷ്യനോടുള്ള ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മനുഷ്യനോടുള്ള ദൈവം പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞത് വായിക്കുക എന്ന്. അങ്ങനെയാണ് നമുക്ക് വലിയ വായനക്കാരുണ്ടായത്, വായനയെ സ്നേഹിച്ച മനുഷ്യരുണ്ടായത്. വായനയിലൂടെ ലോകത്തെ മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യർ ഉണ്ടായത്. അപ്പോൾ വായന എങ്ങനെ മനുഷ്യനെ മാറ്റി തീർക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിവിടെ. വായിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഇന്ദ്രജാലമാണ് യഥാർത്ഥത്തിൽ വായിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മളൊരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഇന്ദ്രജാലമാണ്. നമ്മൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ അകപ്പെടുന്നു. നമ്മൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അകപ്പെടുകയും നമ്മുടെ ചുറ്റിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയും ചെയ്യും. നമ്മുടെ വീടോ കുട്ടികളോ അടുത്തുള്ളവരോ ഉറ്റവരോ ഉടയവരോ ഒന്നുമല്ല. നമ്മൾ പിന്നീട് ആ പുസ്തകത്തിലാണ് ജീവിക്കുന്നത്. ആ പുസ്തകത്തിലുള്ള കുറേ സാങ്കല്പിക മനുഷ്യരുണ്ട്. ഈ അടുത്ത ഇടയിൽ മരിച്ചുപോയ പെറൂവിയൻ എഴുത്തുകാരൻ മാരിയോ വർഗസ് യോസ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ മജ്ജയും മാംസവുമുള്ള മനുഷ്യരെക്കാൾ എനിക്കിഷ്ടം ഈ സാങ്കല്പിക കഥാപാത്രങ്ങളെയാണ്. നോവലുകളുടെ അകത്തുള്ള കഥാപാത്രങ്ങൾ, അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളെ, അതിലൂടെ പുതിയ ആശയങ്ങൾ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ, അവരൊപ്പമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഉള്ളിൽ അകപ്പെടുകയും നമ്മൾ അതിലുള്ള കഥാപാത്രങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുകയും അവരുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. അതൊരു വലിയ അനുഭവമാണ്. നമ്മുടെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു നോവൽ എടുത്തു നോക്കട്ടെ. ഇപ്പോൾ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന പുസ്തകം നമ്മളെടുത്തു. നമ്മൾ ആ ചെമ്മീൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ആദ്യത്തെ അത് വായിക്കുമ്പോൾ ഈ കറുത്തമ്മയും കരിക്കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ നിന്നാണ് നോവൽ തുടങ്ങുന്നത്. അത് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ വേറെ ലോകത്തിലേക്ക് എത്തിക്കും. നമ്മൾ ഈ സ്ഥലത്തല്ല നമ്മളുള്ളത്. നമ്മൾ ഏതോ ഒരു കടലോര ഗ്രാമത്തിൽ നമ്മൾ എത്തുന്നു. അവിടെ ആ കുന്നപ്പുഴ കടപ്പുറത്ത് ചാരി വെച്ച ഒരു വള്ളത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തും. നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട്
കടലിലിങ്ങനെ തിരകൾ ഇളകിക്കൊണ്ടിരിക്കും, കടൽക്കാക്കകൾ പറന്നുകൊണ്ടിരിക്കുന്നു, പരുന്തുകൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ രണ്ടുപേരെത്തുന്നിട്ട് ഈ പ്രണയാന്തരായിട്ട് സംസാരിക്കുകയാണ്. ഇതവിടെ ചെന്നെത്തും. ഇവരുടെ ഈ ബാല്യകാല സുഹൃത്തുക്കളാണ്. മുതിർന്നപ്പോൾ അവരുടെ ഉള്ളിൽ പ്രണയം അഭിരിക്കുന്നു. പക്ഷേ അതിൽ രണ്ടുപേരും ഒരു പ്രണയത്തിൻ്റെ സാഫല്യത്തിന് സാധ്യതയില്ലാത്ത വിധത്തിൽ രണ്ട് സാഹചര്യങ്ങളിലുള്ളവരാണ്, രണ്ട് മതത്തിൽപ്പെട്ടവരാണ്. ഇത് എവിടെ ചെന്നെത്തും? നാം അതിൻ്റെ ഉത്കണ്ഠയിൽ ആകും. ഏതൊക്കെ സംഘർഷങ്ങളിലൂടെയാണ്, ഏതൊക്കെ സങ്കീർണതകളിലൂടെയാണ് ഈ കഥാപാത്രങ്ങൾ. നമ്മുടെ മുന്നിൽ എപ്പോഴും ഈ സമുദ്രം എങ്ങനെയുണ്ട്? അവിടെ ഭീതിതമായിട്ടുള്ള ഒച്ച കേൾപ്പിക്കുന്ന സമുദ്രം, ചിലപ്പോഴും ചെറിയ തിരകളിളക്കി അതിൻ്റെ സൗന്ദര്യപൂർണമായിട്ടുള്ള കാഴ്ചയായിട്ട് മാറുന്ന സമുദ്രം, അതിൻ്റെ നീലിമ, അതിനെ പ്രതിഫലിക്കുന്ന ആകാശം, അതിലൂടെ കാണാവുന്ന ചക്രവാളച്ചേരുവ്, ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ട്. പക്ഷേ അതിൽ അവതരിപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ തീവ്രത നമ്മൾ അനുഭവിക്കുന്നു. ചെമ്പങ്ങോഞ്ഞ എന്ന് പറയുന്ന ഒരു വളരെ സർവചിത്തനായ മനുഷ്യൻ എങ്ങനെ ഈ ഒരു ധനാർത്ഥി കൊണ്ട് അയാളുടെ സ്വഭാവം എങ്ങനെ മാറിപ്പോകുന്നു, അയാൾ എങ്ങനെ തകർന്നടിയുന്നു എന്നുള്ളതാണ്. ഈ പ്രേമബദ്ധരായിട്ടുള്ള രണ്ടുപേരുടെ ജീവിതത്തിൽ പ്രണയ സാഫല്യത്തിൻ്റെതായ ഒരു നിമിഷം, വെറും ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ അവർ വരികയും അവർ മരണത്തിലേക്ക് പോവുകയും ചെയ്യും. ആ മരണം കണ്ടിട്ട് നമ്മൾ പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുവരെ നമ്മൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഇത് ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും നമ്മൾ ഇപ്പം ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന് പറയുന്ന നോവൽ എടുത്ത് നോക്കിയാൽ ഈ ജോനാഥൻ ഹാർക്കർ കാർപ്പേത്യൻ മലനിരകളിലൂടെ യാത്ര ചെയ്ത് ഈ രക്തരാക്ഷസൻ്റേത് അല്ലെങ്കിൽ ഡ്രാക്കുളയുടേതായ കൊട്ടാരത്തിൽ എത്തിപ്പെട്ട ആ മനുഷ്യൻ പിന്നീട് എന്ത് സംഭവിക്കും, ഏതെല്ലാം ദുർഘടനങ്ങളിലൂടെ കടന്നു പോകുന്നു, വിവിധമായിട്ടുള്ള ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ആ സംഘർഷം മുഴുവനും നമ്മൾ അനുഭവിക്കുന്നു. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ നോവൽ വായിച്ചിട്ട് ഉറക്കം പോയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ അതിലെ സംഘർഷങ്ങളുടെ ഉള്ളിൽ അകപ്പെട്ടു. ഈ കൊട്ടാരത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു പോകും? ഈ ഡ്രാക്കുള പ്രഭു ജനാഥൻ്റെ കൈ പിടിച്ചമർത്തുമ്പോൾ നമ്മുടെ വിരലുകളാണ് എരിയുന്നത്. ഡ്രാക്കുള പ്രഭു ആരുടെ രക്തം കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലാണ് അയാളുടെ പല്ലുകൾ ആണെന്നറിഞ്ഞത്. ആ പുസ്തകം വായിക്കുന്ന കാലത്ത് ചെറിയ പ്രായത്തിൽ ഞാൻ പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴുത്ത് തപ്പി നോക്കാറുണ്ട്, ചോര എത്ര പോയിട്ടുണ്ട്. നമ്മുടെ ജനലിൻ്റെ പുറത്താണെങ്കിൽ ഈ കടവാതിലുകൾ ഇങ്ങനെ പറഞ്ഞു വിളിച്ചുള്ളൂ. അപ്പം കടവാതിലുകൾ, അതിലുള്ള ഈ കടവാതിലുകളാണ് അതിനുള്ള ഒരു പ്രതിഭ. ചെന്നായ്ക്കളും കടവാതിലുകളാണ് അതിൽ വരുന്നത്. അവയുടെ ആരവങ്ങളാണ് അതിൻ്റെ ഭീതി വർദ്ധിപ്പിക്കുന്നത്. രാത്രിയിൽ ഇങ്ങനെ ഈ ഡ്രാക്കുള ഒന്ന് ചൂടകുത്തിയാൽ പാഞ്ഞു വന്നിട്ട് നാവ് നീട്ടി അതിൻ്റെ കണ്ണിങ്ങനെ തിളക്കിക്കൊണ്ട് നിൽക്കുന്ന ചെന്നായ്ക്കളും ഒരു അശാന്തിയിൽ ഇങ്ങനെ ചിറകടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബഹുവാലുകളും കടവാലുകളും അതുണ്ടാക്കുന്ന ഒരു ഭയമുണ്ട്. ഈ മനുഷ്യരെ, ഈ പ്രത്യേകിച്ചും ഇളം രക്തമുള്ള മനുഷ്യരെ കൊന്നിട്ടല്ല, അവരെ ജീവനോടെ അവരുടെ രക്തം ഊറ്റി കുടിച്ചിട്ട് അവരെ പിശാചുകളാക്കി മാറ്റുന്ന ഒരു വലിയ ശക്തി നമ്മെ ഭയപ്പെടുത്തും. അതിനൊരു വലിയ പ്രതീകാത്മകമായ സൗന്ദര്യമുണ്ട്. അത് 18-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള കൃതിയിൽ നിന്ന് നമ്മൾ അതിന് വരുമ്പോൾ അതിൻ്റെ ഒരുപാട് വ്യാഖ്യാന തലങ്ങൾ ആ കൃതിക്ക് കിട്ടുന്നു. അതാണ് ആ കൃതി നമ്മളിപ്പോഴും നമ്മുടെ മുന്നിൽ പ്രസക്തമായി തീർക്കുന്നത്. ഈ മനുഷ്യവിരുദ്ധമായിട്ടുള്ളത് എന്തോ എപ്പോഴും ഉണ്ട്. അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് മനുഷ്യരുടെ ഗുണം. അപ്പം അതിൻ്റെ ഒരു വ്യാഖ്യാനം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആധുനിക കാലത്തും ഇത് തന്നെയാണ്, ഈ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ആ ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള ശക്തികൾ അവിടെ ഒരു ഭാഗത്ത് എപ്പോഴും നിൽക്കുന്നു. അതിനെതിരായിട്ട് പൊരുതുക എന്നുള്ളത് മനുഷ്യർ ചെയ്യേണ്ട കാര്യം. ഇത് നിരന്തരമായിട്ട് മനുഷ്യരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് പുസ്തകങ്ങളാണ് മനുഷ്യൻ്റെ ഈ സംസ്കാരം ചിട്ടപ്പെടുത്തിയത്, മനുഷ്യൻ്റെ മുന്നേറ്റങ്ങളെ മുഴുവനും കൊണ്ടുപോയിട്ടുള്ളത്
ചോംസ്കിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ പുസ്തകങ്ങൾ കത്തിക്കുക എന്നുള്ളതിനേക്കാളും മോശപ്പെട്ട കുറ്റകൃത്യങ്ങൾ വേറെയുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം പുസ്തകങ്ങൾ വായിക്കാതിരിക്കുകയായിരുന്നു. കുറ്റകൃത്യങ്ങൾ പുസ്തകങ്ങൾ കത്തിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റകൃത്യമാണ്. അത് ലോകത്തിൽ മുഴുവൻ നടന്നിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിലെ ഏതെല്ലോ ഘട്ടങ്ങളിൽ റോയൽ ലൈബ്രറി, അലക്സാണ്ട്രിയയിലെ റോയൽ ലൈബ്രറി കത്തിച്ചു കളഞ്ഞതെന്ന് നമുക്കറിയാം. അതിന് സമാനമായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലറുടെ കാലത്ത് പുസ്തകങ്ങൾ കത്തിക്കുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള സൈന്യ വിഭാഗം തന്നെ ഉണ്ടായി. അതേക്കുറിച്ചൊരു നോവലുണ്ട്, അതിനെക്കുറിച്ചൊരു സിനിമയുണ്ട്. പുസ്തകങ്ങൾ എവിടെയൊക്കെ പുസ്തകങ്ങളുണ്ട് അവിടെയൊക്കെ ചെന്ന് ആ പുസ്തകങ്ങൾ കണ്ടുപിടിക്കുകയും പുസ്തകങ്ങൾ തെരുവിലിട്ട് കത്തിക്കുകയും ചെയ്യുന്ന അതിനെക്കുറിച്ചിട്ടുള്ള അതിനെ ജനങ്ങളെ എങ്ങനെയാണ് എതിരിട്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ആ പുസ്തകം. അപ്പം ഇതൊരു പുസ്തകങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം അധികാരമുള്ളവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ താല്പര്യങ്ങൾക്കെതിരാണ് പുസ്തകങ്ങൾ എന്ന് ധരിക്കുന്നവരുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നവര് ഈ അധികാര പ്രമത്തതയ്ക്കെതിരെ, ദുരധികാര പ്രമത്തതയ്ക്കെതിരെ, അധമങ്ങളായിട്ടുള്ള പ്രവണതകൾക്കെതിരെ ചിന്തിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പുസ്തകങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ രീതിയിൽ വിപുലമായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കുറ്റകൃത്യമാണ്. മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം പുസ്തകങ്ങളാണ് എന്ന് പറയുന്നത്. ആ പുസ്തകം നമ്മൾ അഗ്നിക്കിരയാക്കുന്നു. അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. പുസ്തകങ്ങൾ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവ നമ്മൾ വായിക്കാതിരിക്കുക എന്നുള്ളതാണ് കത്തിക്കുന്നതിനേക്കാളും വലിയൊരു കുറ്റകൃത്യം എന്നാണ്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളൊരു വായനയുടേതായിട്ടുള്ള ഒരു പ്രസക്തി കൊണ്ട് വരെ നമ്മൾ ചിലപ്പോഴും നമ്മുടെ ചരിത്രത്തിൽ ചില ഇരുളടഞ്ഞ ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരാശാജനകമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ശരിയാവില്ല എന്ന് തോന്നുന്ന ഒരു തരം അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിതരായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതിനപ്പുറത്ത് എവിടെയോ കുറെ കൂടി പ്രകാശമാനമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇതിനപ്പുറം ഒരു മൂല്യസമൃദ്ധമായിട്ടുള്ള ഒരു ഭാവി ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അപ്പം ആ ഒരു പ്രതീക്ഷ, മൂല്യസമൃദ്ധമായിട്ടുള്ള ഒരു ഭാവിക്കുള്ള പ്രതീക്ഷയ്ക്ക് ഇടം നൽകുന്ന ഒന്നാകട്ടെ ഈ സാഹിത്യോത്സവം എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കുംഭമാസത്തിന്മീതെ അവരും കുളിരിന്മേൽ പണിക്കായി ഇറങ്ങി ഞാൻ. ഉണരും ലോകം മെല്ലെ നിറയും നിരമ്പമായി. പടരും പയറിന്റെ വള്ളിതൻ തുമ്പിന്മേലും വരമ്പിൻ വക്കിന്മേലും പെയ്തിറങ്ങുന്നു കോട. മുന്നിലെ ചിത്രങ്ങളെ മങ്ങിച്ചും തെളിയിച്ചും മഴവിൽ വിരിയിച്ചും ഞാന്നു നിൽക്കുന്നു സൂര്യൻ. എത്ര കാലമായി ഈ പുലർവെട്ടത്തിന്റെ ചൂട്ടുകറ്റയും പേറി തെറ്റാതെ വരുന്നവൻ. അരികിൽ ചുരുൾ നീർത്തും മുഴുവൻ